ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ഷോപ്പിഫൈയിലാണോ വൂക്കോമേഴ്സിലാണോ ചെയ്യണത് ബെറ്റർ? ഷോപ്പിഫൈയും വൂക്കോമേഴ്സും ഏറ്റവും നല്ല പ്ലാറ്റ്ഫോം തന്നെയാണ് ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. ബട്ട് നമ്മളുടെ റിക്വയർമെന്റ് അനുസരിച്ച്, ഓരോ യൂസേഴ്സിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് ഇത് മാറും. ഷോപ്പിഫൈയിലെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഞാനൊക്കെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഷോപ്പിഫൈ ആണ് വൂക്കോമേഴ്സിനെക്കാളും. കാരണം അതിന്റെ ഈസ് ഓഫ് യൂസ് ആണ്. ഇപ്പോൾ ഒരു ബിഗിനർ വന്നാൽ പോലും ഒരു ഇമെയിൽ കൊടുത്ത് ഒരു ഷോപ്പിഫൈ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഷോപ്പിഫൈയുടെ ഒരു അഡ്വാൻറ്റേജ്. ഇപ്പോൾ ഷോപ്പിഫൈയിൽ മിക്കവരും പോകുന്നതും ഈ ഒരു കാര്യം കൊണ്ടാണ്. ഇപ്പോൾ പക്ഷേ ഈ വൂക്കോമേഴ്സും ഷോപ്പിഫൈയും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് വേണം ഇത് ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് നോക്കാൻ വേണ്ടി. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു യൂസേഴ്സിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ് അത് ചിന്തിക്കേണ്ടത്. ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇ കൊമേഴ്സ് സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പല കൈൻഡ് ഓഫ് ഒരു കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മൾ അത് ഓരോ കാര്യങ്ങളായിട്ട് നമുക്കിപ്പോൾ ഇത് നോക്കാം, ഇതെങ്ങനെയാണ് ഷോപ്പിഫൈയിൽ വൂക്കോമേഴ്സിലും വരുന്നത് എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ നമ്മൾ പറഞ്ഞ കാര്യം ഈസ് ഓഫ് യൂസ്. ഇപ്പോൾ ഒരു പർട്ടിക്കുലർലി ഒരു കൈൻഡ് ഓഫ് ഒരു ടെക്നിക്കൽ നോളജ് ഇല്ലാത്ത ഒരാൾ, ഇപ്പോൾ കോഡിങ്ങോ ഒന്നും അറിഞ്ഞൂടാത്ത ആൾ, സെർവറിനെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാത്ത ഒരാൾ ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവർക്ക് ബെറ്റർ ഏറ്റവും ഷോപ്പിഫൈ തന്നെയാണ്. ഇപ്പോൾ ഷോപ്പിഫൈ ആകുമ്പോൾ ജസ്റ്റ് ഷോപ്പിഫൈ പോവുക, അതിനകത്തൊരു ഇമെയിൽ കൊടുക്കുക, ആ ഇമെയിൽ കൺഫേം ചെയ്യുമ്പോൾ തന്നെ ഒരു സ്റ്റോർ അവിടെ റെഡിയായി വരും. അപ്പോൾ അതിനകത്ത് ജസ്റ്റ് അവർ ചോദിക്കുന്ന 2-3 സർവേ ഉണ്ട്. അപ്പോൾ അതൊക്കെ ക്ലിക്ക് ചെയ്ത് അങ്ങോട്ട് മുന്നോട്ട് പോയാൽ തന്നെ സ്റ്റോർ ഓൺ ആയി. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഒരു ഡൊമൈൻ കണക്ട് ചെയ്ത് സ്റ്റോറിനെ കംപ്ലീറ്റ് ആയിട്ടൊരു തീം, അതിനകത്ത് തന്നെ തീംസുകളുണ്ട് ഷോപ്പിഫൈക്ക്, അത് ഫ്രീ തീംസുകളുണ്ട്. ആ തീംസ് ഒക്കെ അതിനകത്ത് പബ്ലിഷ് ചെയ്തിട്ട് ജസ്റ്റ് ആ തീമിനകത്ത് തന്നെ എല്ലാ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് മെത്തേഡിലാണ് ഉള്ളത്. നമുക്ക് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ ഒരു സ്റ്റോർ അങ്ങ് സെറ്റ് ചെയ്യാം. മേ ബി ഒരു 2 hours 3 hours തന്നെ നമുക്കൊരു ഇ കൊമേഴ്സ് സ്റ്റോർ അങ്ങ് സെറ്റായി. പിന്നെ ഷോപ്പിഫൈ തന്നെ 3 days ട്രയലൊക്കെ തരുന്നുണ്ട്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് തന്നെ അത് ഒരു ഇ കൊമേഴ്സ് സ്റ്റോർ അവിടെ നമുക്ക് സെറ്റായി, പ്രോഡക്റ്റ് ഒക്കെ ഇട്ട് വിത്തിൻ എ ഡേ തന്നെ വേണമെങ്കിൽ നമുക്കൊരു മാർക്കറ്റിംഗ് ചെയ്ത് നെക്സ്റ്റ് ഡേ തൊട്ട് തന്നെ നമുക്ക് ഒരു സെയിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ അത്ര ഈസായിട്ടാണ് ഷോപ്പിഫൈ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതേ പാർട്ടിൽ വൂക്കോമേഴ്സ് വരുമ്പോൾ വൂക്കോമേഴ്സ് നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാൻ ഇത്തിരി പാടായിരിക്കും. കാരണം വൂക്കോമേഴ്സ് നമുക്ക് ആദ്യം ഒരു തീം വാങ്ങിച്ചിട്ട് ബിൽഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ തീം ഇപ്പോൾ വൂക്കോമേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫ്രീ തീംസ് ഒക്കെ അവൈലബിൾ ആണ്. ബട്ട് കുറച്ച് പ്രൊഫഷണൽ ലുക്കൊക്കെ വേണമെങ്കിൽ ഒരു പെയ്ഡ് തീമിലോട്ടൊക്കെ പോകേണ്ടി വരും. അപ്പോൾ പെയ്ഡ് തീം വാങ്ങേണ്ട ഒരു ചിലവുണ്ട്. അപ്പോൾ ആ രീതിയിൽ വാങ്ങിച്ചതിന് ശേഷം അതിനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യണം. അതിനെ കറക്റ്റായിട്ട് ഒരു സെർവറിൽ ഡിപ്ലോയ് ചെയ്ത് അതിനെ ഇംപ്ലിമെന്റ് ചെയ്ത് അതിനെ കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു സ്റ്റോർ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം അത് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അവർക്ക് ആദ്യമേ ഈ പല ടേംസ് മനസ്സിലാവണം, പല കാര്യങ്ങളൊക്കെ മനസ്സിലായാൽ മാത്രമേ ആ ഒരു രീതിയിൽ പോകാൻ പറ്റൂ. അപ്പോൾ ഈസ് ഓഫ് യൂസിന് ഏറ്റവും ബെസ്റ്റ് ഷോപ്പിഫൈ ആണ്. ഇനി അടുത്ത ഒരു പാർട്ട് വരുന്നത് സെറ്റപ്പ് കോസ്റ്റ് ആണ്. ഇപ്പോൾ എത്ര രൂപയാവും ഈ ഒരു പോർട്ടലിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ, ഇ കൊമേഴ്സ് സ്റ്റോർ സെറ്റ് ചെയ്യാൻ? അപ്പോൾ അത് ഷോപ്പിഫൈയിൽ വരുമ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ഫ്രീ ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഒരു 3 days ഫ്രീ ട്രയൽ തരുന്നുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ ഷോപ്പിഫൈയുടെ ഇപ്പോൾ ഉള്ള ഒരു ഓഫർ അവർ പറയുന്നത് ഒരു 3 months പെർ മന്ത് 20 rupees ഉള്ളൂ അതിന്റെ ബേസ് കോസ്റ്റ്. ഇപ്പോൾ അതിനകത്ത് ആപ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ എക്സ്ട്രാ വരും. പക്ഷേ ഒരു ഇ കൊമേഴ്സ് സ്റ്റോർ സെറ്റ് ചെയ്യാനുള്ള ബേസ് കോസ്റ്റ് അത്രേ വരുന്നുള്ളൂ. എന്ന് വെച്ചാൽ ഒരു 3 മാസം നിങ്ങൾക്ക് ഒരു ഓൾമോസ്റ്റ് ഫ്രീ പോലെ ഷോപ്പിഫൈ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഒരു ഇനിഷ്യൽ ആയിട്ടുള്ള ഒരു ക്യാപിറ്റൽ അവിടെ ഡിപ്ലോയ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഇത് വൂക്കോമേഴ്സിലോട്ട് വരുമ്പോൾ ഇങ്ങനെയല്ല. വൂക്കോമേഴ്സിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു തീം നിങ്ങൾ എന്തായാലും പർച്ചേസ് ചെയ്തേ പറ്റൂ. ഇപ്പോൾ ഷോപ്പിഫൈക്കകത്ത് ഉള്ളതുപോലെ ഒരു പെയ്ഡ് ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു തീം ചിലപ്പോൾ വൂക്കോമേഴ്സിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഉണ്ടെങ്കിലും അത് വളരെ ബേസിക് ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ഒരു പ്രൊഫഷണൽ സ്റ്റോറൊക്കെ ബിൽഡ് ചെയ്യണമെങ്കിൽ ഒരു തീം വാങ്ങണം. ഇപ്പോൾ തീം ലൈസൻസ്ഡ് ആയിട്ടുള്ള തീം വാങ്ങിച്ചാലേ നമുക്ക് വൂക്കോമേഴ്സിലൊക്കെ അത് മാൽവെയർ ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇപ്പോൾ തീം വാങ്ങണം. തീമൊക്കെ ഒരു നല്ലൊരു തീം വാങ്ങണമെങ്കിൽ ഒരു $70 to $100 ഒക്കെ കോസ്റ്റ് വരും. പിന്നെ ഇത് സെറ്റ് ചെയ്യാനുള്ള ഒരു രീതി, അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കൊരു നോളജ് വേണം. ഒരു ഈസ് ഓഫ് യൂസ് അല്ല വൂക്കോമേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു നോളജ് വേണം, അല്ലെങ്കിൽ ഒരു ഡെവലപ്പറിന്റെ സഹായം അല്ലെങ്കിൽ ഒരു ഏജൻസിയുടെ സഹായം നിങ്ങൾ എടുക്കേണ്ടി വരും. പിന്നെ ഒരു ഹോസ്റ്റിംഗ് നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങണം. ഇപ്പോൾ ഷോപ്പിഫൈയിൽ വരുമ്പോൾ ഹോസ്റ്റിംഗ് ഷോപ്പിഫൈഡ് ആയിട്ട് ഇൻക്ലൂഡഡ് ആണ്, അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് ഇൻക്ലൂഡ് ആണ്. ഇവിടെ നിങ്ങൾ ഹോസ്റ്റിംഗ് നിങ്ങൾ വാങ്ങേണ്ടി വരും. അപ്പോൾ ഹോസ്റ്റിങ്ങിനും ഒരു കോസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു 5,000 6,000 പ്ലസ് ഒരു ആനുവൽ കോസ്റ്റ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇനിഷ്യൽ ടൈമിൽ തന്നെ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് സെറ്റപ്പ് കോസ്റ്റ് വരും. അപ്പോൾ നിങ്ങളൊരു നല്ലൊരു ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റ് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളതൊരു ഏജൻസിയോ അല്ലെങ്കിൽ ഒരു ഡെവലപ്പറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 30,000 to 50,000 rupees പ്ലസ് അതിൻ്റെ ഒരു ഇനിഷ്യൽ കോസ്റ്റ് വരും. അപ്പോൾ ആ ഇനിഷ്യൽ കോസ്റ്റ് ആണ്, അത്രയും ചെയ്താലേ നിങ്ങളുടെ
ഇ കോമേഴ്സ് വെബ്സൈറ്റ് ഓൺ ആവത്തുള്ളൂ. അപ്പോൾ അവിടെ വരുമ്പോൾ ഷോപ്പിഫൈ വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തന്നെ തനിയെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് എല്ലാം അതിനകത്തുണ്ട്. അല്ലെങ്കിൽ ഇന്ന് യൂട്യൂബൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ട്യൂട്ടോറിയൽസും കാര്യങ്ങളുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ഞാൻ എൻ്റെ ഒരു ഫ്രീ കോഴ്സ് കൊടുക്കുന്നുണ്ട്. അതിനകത്തും എക്സാക്ട്ലി എങ്ങനെയാണ് ഒരു ഷോപ്പിഫൈ സ്റ്റോർ ബിൽഡ് ചെയ്യാനുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നോക്കിയിട്ട് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സെറ്റപ്പ് കോസ്റ്റ് വരുമ്പോൾ ഷോപ്പിഫൈ തന്നെയാണ് വീണ്ടും വിന്നിങ് ആയിട്ട് വരുന്നത്. കാരണം അവിടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ ലോവസ്റ്റ് കോസ്റ്റിൽ ഓൾമോസ്റ്റ് ഫ്രീ പോലെ നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. അടുത്ത പാർട്ട് കസ്റ്റമൈസേഷൻ വരുമ്പോൾ ഷോപ്പിഫൈയിലാണെങ്കിൽ ഷോപ്പിഫൈയുടെ ഞാൻ പറഞ്ഞതുപോലെ തീംസ് അവൈലബിൾ ആണ്. ഓൾമോസ്റ്റ് 8+ ഫ്രീ തീംസ് ഒക്കെ അതിനകത്തുണ്ട്. അപ്പോൾ ആ തീംസ് എടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആയിട്ടുള്ള കസ്റ്റമൈസേഷൻ ആണ്. വളരെ ഈസി ആയിട്ടുള്ള കസ്റ്റമൈസേഷൻ ആണ്. അപ്പോൾ അതിനകത്ത് കോഡിംഗ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അതിനകത്ത് വരുന്നില്ല. പിന്നെ ഷോപ്പിഫൈക്കകത്ത് തന്നെ ഒരു വലിയ ലെവലിലുള്ള ഒരു ആപ്പ് മാർക്കറ്റ് പ്ലേസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് കാര്യങ്ങൾ വേണോ മിക്ക നമുക്കൊരു ഇ കോമേഴ്സ് സൈറ്റ് നമുക്ക് റൺ ചെയ്യുമ്പോൾ അപ്പോൾ അതിനകത്ത് ആവശ്യമുള്ള എല്ലാ കാര്യത്തിനും ഇപ്പോൾ റിവ്യൂസ് ആണെങ്കിലോ അല്ലെങ്കിൽ പ്രോഡക്ട്സ് ഒക്കെ ബണ്ടിലാക്കാനോ അപ്പോൾ ഇങ്ങനെയുള്ള പല നമ്മളുടെ ഫങ്ഷൻസിനും വേണ്ടിയുള്ള എല്ലാ കൈൻഡ് ഓഫ് ആപ്സുകളൊന്നും ഷോപ്പിഫൈക്കകത്തുണ്ട്. ഷോപ്പിഫൈയുടെ വലിയൊരു മാർക്കറ്റ് പ്ലേസ് തന്നെ ഉണ്ട്. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ നിങ്ങളുടെ എന്താണോ നിങ്ങൾക്ക് വേണ്ടെന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ അത് നിങ്ങളുടെ സ്റ്റോർ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ ഷോപ്പിഫൈയിൽ ഒരു നെഗറ്റീവ് പറയുകയാണെങ്കിൽ ഈ കസ്റ്റമൈസേഷൻ അതൊരു നെഗറ്റീവ് വരുന്നത് ഇപ്പോൾ ഇതിന്റെ ചെക്കൗട്ട് പേജ് ഒന്നും നമുക്ക് എന്താ പറയുക അതിനകത്ത് നമുക്ക് എഡിറ്റും ചെയ്യാൻ പറ്റില്ല. ഷോപ്പിഫൈയുടെ ഡീഫോൾട്ട് ആയിട്ടുള്ള ചെക്കൗട്ട് പേജസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെക്കൗട്ട് പേജസിലൊക്കെ എഡിറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ അത് ഷോപ്പിഫൈയുടെ ബേസിക് പ്ലാനിലൊന്നും പറ്റില്ല. ഹയർ പ്ലാനിലൊക്കെ ഉള്ള ഷോപ്പിഫൈ പ്ലസ് പോലെയുള്ള ഹയർ പ്ലാൻസിലേ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു D2C ഇ കോമേഴ്സ് ഒരു സ്റ്റോർ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഇ കോമേഴ്സ് സ്റ്റോറിലുള്ള എല്ലാ ഫങ്ഷൻസും ഒന്ന് ഷോപ്പിഫൈ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഊക്കോമേഴ്സിലോട്ട് പോകുമ്പോൾ ഊക്കോമേഴ്സിന്റെ കസ്റ്റമൈസേഷൻ ഏകദേശം ഷോപ്പിഫൈ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള എന്ത് രീതിയിലുള്ള കസ്റ്റമൈസേഷൻസും ഊക്കോമേഴ്സിൽ ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അതൊരു കോഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്കൊരു നോളജ് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് രീതിയിൽ നിങ്ങൾക്ക് ഊക്കോമേഴ്സിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഡെവലപ്പറിനെ കൊണ്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. ബട്ട് അത് ഈ കസ്റ്റമൈസേഷൻ രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ മീൻസ് നമ്മളുടെ ഈസ് ഓഫ് യൂസും നമ്മളുടെ ഇനിഷ്യൽ കോസ്റ്റ് ഒക്കെ വെച്ച് ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ ഇപ്പോഴും ഷോപ്പിഫൈക്ക് തന്നെയാണ് ഞാൻ ബെസ്റ്റ് എന്ന് പറയുന്നത്. ബട്ട് നിങ്ങൾക്കൊരു ഹൈ എൻഡ് ആയിട്ടൊരു സ്റ്റോറൊക്കെ ബിൽഡ് ചെയ്യണം. നിങ്ങൾക്ക് ചില പ്രോഡക്ട്സുകൾ ക്യാഷ് ഓൺ ഡെലിവറി മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ, ചില പ്രോഡക്റ്റുകൾ ഈ പ്രീപെയ്ഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സിനാരിയോസ് ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചില പ്രോഡക്ട്സുകൾ ഇപ്പോൾ ചില പ്ലേസിലുള്ള യൂസേഴ്സിനെ കാണിക്കണ്ട, ഇപ്പോൾ കൺട്രി വൈസ് ആയിട്ടൊക്കെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ഹൈ എൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ആ ഒരു കസ്റ്റമൈസേഷൻ ഒക്കെ പോകണമെങ്കിൽ അതിൽ ഇ-കൊമേഴ്സിൽ പോസിബിൾ ആണ്. കുറച്ചുകൂടെ രീതിയിൽ അത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ബട്ട് നിങ്ങൾക്കൊരു സാധാരണ ഒരു വെബ്സൈറ്റോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കറക്റ്റായിട്ടുള്ള ഒരു D2C ഇ-കൊമേഴ്സ് ബ്രാൻഡാണ് ബിൽഡ് ചെയ്യണമെങ്കിൽ ആ ഒരു കസ്റ്റമൈസേഷന് ഷോപ്പിഫൈ ആയിരിക്കും ബെറ്റർ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഹോസ്റ്റിംഗ് ആൻഡ് സെക്യൂരിറ്റി. ഇപ്പോൾ ഹോസ്റ്റിംഗ് വരുമ്പോൾ ഈ ഷോപ്പിഫൈയിൽ വരുമ്പോൾ ഷോപ്പിഫൈയുടെ തന്നെ ഒരു ക്ലൗഡ് ഹോസ്റ്റിംഗ് ആണ് വരുന്നത്. മീൻസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊരു ക്ലൗഡ് ഒരു അക്കൗണ്ടാണ് നമുക്ക് ഷോപ്പിഫൈയിൽ കിട്ടുന്നത്. അപ്പോൾ അത് നല്ല സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സർവീസാണ് ഷോപ്പിഫൈ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഹാക്കിങ്, ഈ മാൽവെയർ ഇഷ്യൂസ് അങ്ങനെയുള്ള ഒരു ഇഷ്യൂസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. ഈവൻ ബേസിക് പ്ലാനിൽ നിൽക്കുന്ന ഷോപ്പിഫൈ സ്റ്റോർസ് പോലും അറ്റ് എ ടൈം ഒരു 500+ യൂസേഴ്സ് നമ്മുടെ വെബ്സൈറ്റിലോട്ട് വന്നാലും അത് ഷേക്കാവുന്ന ഞാൻ കണ്ടിട്ടില്ല. ഈവൻ 1000+ യൂസേഴ്സൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ വന്നാൽ പോലും അത് ഷേക്കാവുന്ന ഞാൻ കണ്ടിട്ടില്ല. അത്രയും സ്ട്രോങ് ആണ് ഷോപ്പിഫൈയുടെ ഒരു സെർവർ. പിന്നെ ഇതുവരെ ഇപ്പം ഞാനിപ്പോൾ ഷോപ്പിഫൈ ഓൾമോസ്റ്റ് 8 to 10 years ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഡിഫറെൻറ്റ് സ്റ്റോർസ് ആയിട്ടും ക്ലയൻറ്റ് സ്റ്റോർസ് ആയിട്ടും ഞാൻ ഒരുപാട് ഷോപ്പിഫൈ സ്റ്റോർസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ഇതുവരെ ഒരു മാൽവെയർ അറ്റാക്കിൻ്റെ ഒരു കാര്യം പോലും ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ത്രെഡും നമുക്ക് ഷോപ്പിഫൈയുടെ സെർവേഴ്സിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ മീൻസ് കംപ്ലീറ്റ്ലി ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു സെർവർ സൈഡൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ഒരു ഹെഡേക്ക് ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഒരു തലവേദനയും നമുക്ക് അവിടെ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അഥവാ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും ഷോപ്പിഫൈയുടെ ടീം അത് സപ്പോർട്ട് ടീമൊക്കെ അത് ക്ലിയർ ചെയ്ത് തരും. പക്ഷേ ഇ-കൊമേഴ്സിലോട്ട് വരുമ്പോൾ ഈ ഒരു പാർട്ട് ഇപ്പോൾ ഹോസ്റ്റിംഗ് പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മളാണ് ഒരു ഹോസ്റ്റിംഗ് സെർവർ എടുത്തിട്ട് നമ്മളെ വെബ്സൈറ്റ് ഇവിടെ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ തന്നെ അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ടേക്ക് ഓവർ ചെയ്യണം. ഈ മാൽവെയർ അറ്റാക്സ് അല്ലെങ്കിൽ ഈ ഹാക്കിങ് ഇങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് വരികയാണെങ്കിൽ നമ്മൾ തന്നെ അത് ക്ലിയർ ചെയ്യണം. അപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ നല്ലൊരു ടീം നമ്മളവിടെ വേണം. അല്ലെങ്കിൽ നമുക്ക് അതിനകത്തുള്ള സെൽഫ് നോളജ് നല്ല രീതിയിൽ വേണം. അത് മാത്രമല്ല കംപ്ലീറ്റ് ആയിട്ട് ഏത് സമയത്ത് ഇത് ഡൗൺ ആയാലും അതിനെ തിരിച്ച് റിക്കവർ ചെയ്ത് കൊണ്ടുവരാനുള്ള ഒരു കംപ്ലീറ്റ് ആയ റിസോഴ്സും നമ്മൾക്ക് വേണം.
ഇപ്പോൾ മാൽവെയർ അറ്റാക്സ്, ഈ ഇങ്ങനെയുള്ള ഈ പ്രൈവസി ഇഷ്യൂസ് ഇങ്ങനെയൊക്കെയുള്ള വരുന്ന ഈ ത്രെഡ്സുകൾ ഒക്കെ വരാനുള്ള ചാൻസസ് നമ്മളുടെ വെബ്സൈറ്റ് വളരും തോറും, നമ്മുടെ ബ്രാൻഡ് വളരും തോറും അതിനകത്ത് ഈ അറ്റാക്സ് ഒക്കെ വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അടുത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പാർട്ട് ഈ പേയ്മെന്റ് ഗേറ്റ്വേസും ട്രാൻസാക്ഷൻസും. ഇപ്പം പേയ്മെന്റ് ഗേറ്റ്വേസിന്റെ കാര്യം വരുമ്പോൾ നമുക്ക് ഇപ്പോൾ ഷോപ്പിഫൈയിലും ഇ-കോമേഴ്സിലും പേയ്മെന്റ് ഗേറ്റ്വേസ് റൈസർ പേ പോലുള്ള അല്ലെങ്കിൽ ഫോൺ പേ പോലുള്ള പേയ്മെന്റ് ഗേറ്റ്വേസ് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന്റെ ട്രാൻസാക്ഷൻ ഫീ വരുമ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് വരും. ഇപ്പോൾ നമ്മളിപ്പോൾ ഷോപ്പിഫൈയിലാണ് ഇപ്പോൾ റൈസർ പേ കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്ത്യയിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇന്ത്യയിൽ നമ്മൾ ഷോപ്പിഫൈയിലെ പേയ്മെന്റ് ഈ റൈസർ പേ, ഫോൺ പേ പോലെയുള്ള പേയ്മെന്റ് ഗേറ്റ്വേസ് കണക്ട് ചെയ്യുമ്പോൾ ഷോപ്പിഫൈ അതിനൊരു തേർഡ് പാർട്ടി പേയ്മെന്റ് ഗേറ്റ്വേസ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇപ്പോൾ ഷോപ്പിഫൈയുടെ ഫസ്റ്റ് പാർട്ടി അല്ലാതെ തേർഡ് പാർട്ടി പേയ്മെന്റ് ഗേറ്റ്വേസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഷോപ്പിഫൈ ഒരു അഡീഷണൽ ഒരു 2% ഈ തേർഡ് പാർട്ടി പേയ്മെന്റ് ഗേറ്റ്വേസിൽ നിന്ന് എടുക്കും. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ പോകുമ്പോഴും ഈ പേയ്മെന്റ് ഗേറ്റ്വേസും ഒരു 2% to 2.5% നമ്മളിൽ നിന്ന് എടുക്കും. അതോടൊപ്പം തന്നെ ഷോപ്പിഫൈ ഒരു 2% എടുക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ ട്രാൻസാക്ഷന് നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 4%-ലധികം ട്രാൻസാക്ഷൻ ഷോപ്പിഫൈയിൽ വരുമ്പോൾ നിങ്ങളുടെ ബേസിക് പ്ലാനാണ് നിൽക്കുന്നത്, നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിനാരിയോ ഷോപ്പിഫൈയിൽ ഉണ്ടാവും. ഒരു എക്സ്ട്രാ ചാർജസ് ഉണ്ടാവും. ബട്ട് നിങ്ങൾക്ക് ബേസിക് പ്ലാനിൽ നിന്ന് ഒരു അപ്ഗ്രേഡഡ് പ്ലാനിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻ ചാർജസ് 2% അത് 0.5 കുറയും. ഇ-കോമേഴ്സിലോട്ട് വരുമ്പോൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ അവിടെ അവരൊരു എക്സ്ട്രാ ട്രാൻസാക്ഷൻ ഫീ നിങ്ങൾ കൊടുക്കേണ്ടി വരില്ല. എത്രയാണോ നിങ്ങളുടെ പേയ്മെന്റ് ഗേറ്റ്വേ കണക്ട് ചെയ്യണമെങ്കിൽ അത്രയും കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ റൈസർ പേ ആണ് ഇ-കോമേഴ്സ് കണക്ട് ചെയ്യുന്നത്, റൈസർ പേയുടെ ചാർജസ് മാത്രമേ ഉള്ളൂ. ഇ-കോമേഴ്സിനകത്ത് അങ്ങനെ ഒരു അഡീഷണൽ ട്രാൻസാക്ഷൻ വരില്ല. പക്ഷേ ഈ ഷോപ്പിഫൈയിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു അഡീഷണൽ 2% ട്രാൻസാക്ഷൻ ഫീ വരും. അത് നിങ്ങളുടെ മന്ത്ലി ബില്ലിലൂടെ അത് ആഡ് ആവും. അപ്പോൾ മന്ത്ലി ബില്ല് അടയ്ക്കുമ്പോൾ ആ ട്രാൻസാക്ഷൻ ഫീ കൂടെ നിങ്ങൾ കൊടുക്കേണ്ടി വരും. അടുത്ത് വരുന്ന സപ്പോർട്ട്. അപ്പോൾ ഷോപ്പിഫൈയിൽ വരുമ്പോൾ ഷോപ്പിഫൈയുടെ തന്നെ വലിയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഒരു സപ്പോർട്ട് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ AI ചാറ്റ് പോലെയുള്ള ഫെസിലിറ്റീസ് അവർ തരുന്നുണ്ട്. പിന്നെ നല്ലൊരു ഫോറം തരുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഏതെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് സെർച്ച് ചെയ്താൽ തന്നെ മിക്കവാറുള്ള ഡൗട്ട്സ് അതിനകത്ത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഷോപ്പിഫൈയുടെ ഒരു ലൈവ് ചാറ്റ് സപ്പോർട്ട് തരുന്നുണ്ട്. അത് 24 hours നമുക്ക് തരുന്ന ഒരു ഓപ്ഷനാണ്. 24 hours നമുക്കത് ആക്സസ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഷോപ്പിഫൈയുടെ എക്സിക്യൂട്ടീവ്സുമായിട്ട് നമുക്ക് ലൈവ് ചാറ്റ് ചെയ്യാം. അപ്പോൾ അവർ വന്നിട്ട് നമ്മളുടെ സ്റ്റോറിലൊക്കെ വന്ന് നോക്കിയിട്ട് എന്താണോ പ്രോബ്ലം എന്നുള്ളത് അത് ഈസായിട്ട് അത് റെക്ടിഫൈ ചെയ്ത് തരും. അപ്പോൾ ഷോപ്പിഫൈയുടെ ലൈവ് ചാറ്റ് നല്ലൊരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ചോദിക്കുന്ന എന്ത് ഡൗട്ട്സും അത് ക്ലിയർ ചെയ്ത് തരും. ഇനി അടുത്ത് ഇ-കോമേഴ്സിലോട്ട് പോകുമ്പോൾ ഇങ്ങനെ ഒരു ലൈവ് സപ്പോർട്ടൊന്നും നമുക്കില്ല. കാരണം സൈറ്റ് കംപ്ലീറ്റ് ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മളാണ്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് അത് ക്ലിയർ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മേ ബി ഇ-കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉണ്ടാവും. അവിടെയൊക്കെ പോയി നമുക്ക് നോക്കാം. അല്ലെങ്കിൽ ഇ-കോമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള നല്ലൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡെവലപ്പറിന്റെ സഹായത്തോടെ നമുക്ക് ആ ഒരു ഇഷ്യൂസ് അവിടെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് സപ്പോർട്ട് നോക്കുമ്പോഴും ഓൾമോസ്റ്റ് ഏറ്റവും ബെറ്റർ ഷോപ്പിഫൈ തന്നെയാണ്. ഷോപ്പിഫൈയിൽ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് SEO capability ആണ്. ഇപ്പോൾ ഷോപ്പിഫൈയിലാണോ ഇ-കോമേഴ്സിലാണോ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു SEO വരുന്നത്. ഇപ്പോൾ SEOയുടെ കേസ് വരുമ്പോൾ ഷോപ്പിഫൈയിൽ ഇപ്പോൾ ഏറെക്കുറെ അത് ഓട്ടോമേറ്റ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങൾ അപ്പ് ചെയ്യുമ്പോൾ തന്നെ ഈ മെറ്റാ ടാഗ്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്കൊരു അഡീഷണൽ ആപ്സിൻ്റെ സഹായത്തോടെ ഇല്ലാതെ തന്നെ ഷോപ്പിഫൈയിൽ ഏറെക്കുറെ SEOയുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ബട്ട് അത് ഇ-കോമേഴ്സിലോട്ട് വരുമ്പോൾ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് SEOയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇ-കോമേഴ്സ് ബിൽഡ് ചെയ്യാൻ പറ്റും. കാരണം ഇ-കോമേഴ്സ് ബിൽഡ് ചെയ്തിട്ടുള്ള വേർഡ്പ്രസ്സിലാണ്. വേർഡ്പ്രസ് ഒക്കെയാണ് ഈ SEOയുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഹൈ എൻഡ് SEOs ഒക്കെ ചെയ്യാൻ വേണ്ടി ഇ-കോമേഴ്സ് ആയിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ബട്ട് ഷോപ്പിഫൈയിൽ അത് ചെയ്യാൻ പറ്റും. ഷോപ്പിഫൈയിൽ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് SEO ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ ഷോപ്പിഫൈയിലും അത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊക്കെ വർക്കൗട്ട് ചെയ്യാനുള്ള ആപ്സുകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു അഡീഷണൽ പ്ലാറ്റ്ഫോംസ് കണക്ട് ചെയ്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങളുടെ സ്റ്റോർ ഷോപ്പിഫൈയിലാണ് നിൽക്കുന്നത്, നിങ്ങൾ അതിനകത്ത് ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റോ അല്ലെങ്കിൽ കളക്ഷൻസോ അല്ലെങ്കിൽ പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ബ്ലോഗ് ഒക്കെ SEO ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിലും നമുക്ക് കുറേ കൂടെയൊക്കെ അഡ്വാൻറ്റേജ് അതിനകത്ത് ഉണ്ടാവും. കാരണം നിങ്ങൾ ചെയ്യുന്ന ഇ-കോമേഴ്സിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഹോസ്റ്റിംഗ് ഒക്കെ ആയിരിക്കും ഷോപ്പിഫൈയിൽ ഉണ്ടാവുക. പിന്നെ ഷോപ്പിഫൈയിൽ ലോഡിംഗ് സ്പീഡൊക്കെ കൂടുതലാണ്. ഇപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ ലോഡിംഗ് സ്പീഡിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്കിപ്പോൾ നിങ്ങൾ ഇ-കോമേഴ്സിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ ഷോപ്പിഫൈയുടെ ഒരു ലോഡിംഗ് സ്പീഡൊക്കെ ഇ-കോമേഴ്സിൽ കൊണ്ടുവരണമെങ്കിൽ അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള സെർവേഴ്സിലൊക്കെ പോകണം. എന്നാലേ നമുക്ക് ഷോപ്പിഫൈയിലെ ലെവലിൽ നമുക്ക് ഒരു ലോഡിംഗ് സ്പീഡൊക്കെ കൊണ്ടുവരാൻ പറ്റും. ഷോപ്പിഫൈയിലോട്ട് നിങ്ങൾ വരുമ്പോൾ ആ ലോഡിംഗ് സ്പീഡൊക്കെ ഓട്ടോമാറ്റായിട്ട് തന്നെ ഇതിനകത്ത് വരും. അപ്പോൾ നമ്മൾ നമ്മുടെ തീംസ് അതിനകത്തുള്ള ഒരു ആപ്സ് ഒക്കെ കറക്റ്റായിട്ടൊന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് തന്നെ നമുക്ക് നല്ലൊരു ലോഡിംഗ് സ്പീഡിലൊക്കെ ഷോപ്പിഫൈയിലൊക്കെ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതൊക്കെ SEOയിലോട്ട് വരുമ്പോൾ
കുറച്ചുകൂടെ അത് ഈ സെർച്ച് എൻജിൻസ് ഒക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നോക്കുന്നത് ലോഡിംഗ് സ്പീഡിന്റെ കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ SEOയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഞാൻ പല എക്സ്പെർട്സുകളുടെ SEOയോട് സംസാരിച്ചപ്പോഴും ഒരു ഷോപ്പിഫൈ കോമേഴ്സിന്റെ ഒരു കമ്പാരിസൺ ചോദിക്കുമ്പോഴും മിക്കവരും പറയുന്നത് ഷോപ്പിഫൈ തന്നെയാണ് കുറച്ചുകൂടെ ബെറ്റർ ആണ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓരോ ആളുകളുടെ യൂസ് കേസ് പോലെയാണ് ഇത് മെയിനായിട്ട് വരുന്നത്. ബട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഷോപ്പിഫൈ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഒരു SEOയും വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ബാക്കിയുള്ള ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുമ്പോൾ മേ ബി SEOയുടെ സൈഡിൽ നമുക്ക് കുറച്ച് കുറഞ്ഞാലും ബാക്കിയെല്ലാം കൂടെ നമുക്ക് നോക്കുമ്പോൾ ഇത് കവർ ചെയ്ത് മുന്നോട്ട് പോകാം. ഷോപ്പിഫൈയിൽ ഇൻബിൾട്ട് ആയിട്ട് തന്നെ ഇപ്പോൾ SEOയുടെ എല്ലാ ആപ്സുകളും അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ കളക്ഷൻസ് ഒക്കെ ലിസ്റ്റ് ചെയ്യുമ്പോഴും അതിനകത്ത് തന്നെ ഇൻബിൾട്ട് ആയിട്ടുണ്ട്. പക്ഷേ കോമേഴ്സ് വരുമ്പോൾ മിക്ക എക്സ്പെർട്സുകളും പറയുന്നത് അതിനകത്ത് ഷോപ്പിഫൈ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതേപോലെ അഡീഷണൽ ആയിട്ടൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ അതാണ് അതിൻ്റെതായിട്ടുള്ള ഒരു ഫംഗ്ഷൻ വരുന്നത്. ബട്ട് എനിക്ക് ഞാൻ പറഞ്ഞതുപോലെ ഇത് ഷോപ്പിഫൈ തന്നെയാണ് എനിക്ക് ഈ SEOയിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അടുത്ത് നമുക്ക് കോമേഴ്സ് ഫീച്ചേഴ്സ് നോക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കോമേഴ്സ് സൈറ്റ് ചെയ്യുമ്പോൾ എസ്പെഷ്യലി ഒരു ബിഗിനർ ആയിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അതിനകത്ത് ആവശ്യമുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുന്ന ഇപ്പോൾ ഈ പേയ്മെന്റ് ഗേറ്റ്വേസിന്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ കൊറിയർ ഡെലിവറി ആയിട്ടുള്ള ആപ്സുകൾ, പിന്നെ ഇപ്പോൾ നിങ്ങളിപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ പോലും ആ ഡ്രോപ്പ് ഷിപ്പിംഗ് സപ്ലയർ ആപ്സുകൾ, ഇപ്പോൾ എസ്പെഷ്യലി അത് പ്രിന്റ് ഓൺ ഡിമാൻഡ് ഒക്കെ ആകും, പ്രിന്റ് ഓൺ ഡിമാൻഡിന്റെ ആപ്സുകൾ. അപ്പോൾ ഇങ്ങനെയുള്ള പല പല ഫീച്ചേഴ്സിന്റെ കാര്യം നോക്കുമ്പോൾ അവിടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഷോപ്പിഫൈ തന്നെയാണ്. കാരണം ഷോപ്പിഫൈക്കകത്ത് മിക്ക കമ്പനീസിന്റെ ആപ്സുകൾ ഡയറക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ഒന്ന് എന്താ പറയുക, ഒരു ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്ത് തന്നെ അതിനെ ഇൻസ്റ്റാൾ ചെയ്ത് നമുക്കത് ഡയറക്റ്റ് ആയിട്ട് ഈസി ആയിട്ട് അങ്ങ് യൂസ് ചെയ്യാം. നമുക്ക് വേറെ ഒരു കൈൻഡ് ഓഫ് ടെക്നിക്കൽ നോളജോടെ ആവശ്യമില്ല. ഈവൻ ഈ മെറ്റാ ആഡ്സിന്റെ ഒക്കെ കാര്യങ്ങളായാലും ഗൂഗിൾ ആഡ്സ് ആയാലും ഇപ്പോൾ ഏത് കൈൻഡ് ഓഫ് ആഡ്സിന്റെ ആയാലും ഡയറക്റ്റ് ആപ്പ് ഇന്റഗ്രേഷൻസ് ഷോപ്പിഫൈയിലുണ്ട്. അത് കോമേഴ്സിലും ഉണ്ട്. ബട്ട് ഞാൻ പറയുന്നത് വേറെ എല്ലാ ഫീച്ചേഴ്സും കൂടെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഷോപ്പിഫൈയിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഈ കൺവേർഷൻ API പോലെയുള്ള ഫീച്ചേഴ്സ് യൂസ് ചെയ്ത് നമുക്ക് ആഡ്സ് ചെയ്യാനും എല്ലാം ഷോപ്പിഫൈക്കകത്ത് ബെറ്റർ ആയിട്ടുള്ള ആപ്സുകളുണ്ട്. വളരെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ആപ്സുകളുണ്ട്. അതും ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്സുകളൊക്കെ ഉണ്ട്. പിന്നെ വേറെ ഫീച്ചേഴ്സ് ഇപ്പോൾ ഡെലിവറിയുടെ ആപ്സുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളൊരു ഒരു ഒരു ഇപ്പം പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തേർഡ് പാർട്ടി വെയർ ഹൗസസ് ഒക്കെ കണക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ആപ്സുകൾ, ഇതെല്ലാം ഷോപ്പിഫൈയിൽ ഓൾറെഡി ആ കമ്പനീസിൻ്റെ ആപ്സുകൾ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. മാത്രമല്ല നമുക്ക് മിക്കവർക്കും ഡയറക്റ്റ് ഷോപ്പിഫൈ ആപ്സ് ഇല്ലെങ്കിലും അത് തേർഡ് പാർട്ടി ആപ്പ് ആയിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഷോപ്പിഫൈ തരുന്നുണ്ട്. അതിൻ്റെ API ഓപ്ഷൻസ് ഒക്കെ അത് കോമേഴ്സിലും തരുന്നുണ്ട്. ബട്ട് ഈ ഞാൻ പറഞ്ഞത് ഈ ഫീച്ചേഴ്സ് ഓവറോൾ നോക്കുമ്പോൾ ഷോപ്പിഫൈ ആണ് ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൽ മിക്ക കാര്യങ്ങളിലും ഷോപ്പിഫൈ ആണ് ഒരു ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് ടു കോമേഴ്സ് മർച്ചൻസിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഷോപ്പിഫൈ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഷോപ്പിഫൈ ഇത്രയും ഒരു രീതിയിൽ അത് ഓക്കെ പറഞ്ഞത്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളൊരു കംപ്ലീറ്റ്ലി ബിഗിനർ ആണ്, നിങ്ങൾക്കൊരു ഒരു കോഡിങ്ങോ അതിന്റെ ടെക്നിക്കലാലിറ്റിയോ ഒന്നും അറിഞ്ഞുകൂടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പോകാൻ പറ്റുന്ന ഷോപ്പിഫൈ തന്നെയാണ്. മറ്റേ കോമേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ടീമുണ്ട്, നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സെൽഫായിട്ട് നോളജ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളുടെ കൂടെ എപ്പോഴും ഒരു ടീമുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടെ റിസോഴ്സസ് എമൗണ്ട് ഒക്കെ സ്പെൻഡ് ചെയ്യാം. നിങ്ങൾക്ക് കുറച്ചുകൂടെ കസ്റ്റമായിട്ടുള്ള നിങ്ങളുടെ സൈറ്റൊക്കെ ഒന്ന് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒരു കൈൻഡ് ഓഫ് ഒരു പ്രൈവസി നിങ്ങൾക്ക് കൊണ്ടുവരണം. പ്രൈവസിയുടെ ഇഷ്യൂസ് ഇവിടെ വരുന്നില്ല. കാരണം പ്രൈവസിയുടെ നമ്മൾ നേരത്തെ സംസാരിച്ചു. ഷോപ്പിഫൈ ആയാലും നല്ല പ്രൈവസിയാണ്. ഇപ്പോൾ നമ്മുടെ ഡാറ്റയിൽ നിന്ന് മാർക്ക് എടുക്കാൻ പറ്റില്ല. ഷോപ്പിഫൈ നിന്നും ഡയറക്റ്റ് ഈവൻ അത് ഷോപ്പിഫൈയുടെ പ്ലാറ്റ്ഫോമിനകത്ത് നിൽക്കുന്നെങ്കിലും ആ ഡാറ്റയൊക്കെ സേഫ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് ഒരു തരത്തിലും ലീക്കും അങ്ങനെയുള്ള കാര്യം വരാൻ പറ്റില്ല. അപ്പോൾ എസ്പെഷ്യലി ഇത് നമുക്കൊരു ടെക്നിക്കൽ ടീമിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാതെ നമുക്ക് റൺ ചെയ്യണമെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ഷോപ്പിഫൈ തന്നെ യൂസ് ചെയ്യാം. അല്ലാതെ നമുക്ക് കുറച്ചുകൂടെ നിങ്ങൾക്ക് ടെക്നിക്കൽ ടീമിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ കുറച്ചുകൂടെ കസ്റ്റമൈസേഷൻസ് ഒക്കെ വേണം. പിന്നെ ഈ ട്രാൻസാക്ഷൻ ചാർജസ് നിങ്ങൾക്ക് ഓരോ ഓർഡേഴ്സിനും കൊടുക്കാൻ പറ്റില്ല. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കോമേഴ്സും ചൂസ് ചെയ്യാം. പക്ഷേ കോമേഴ്സ് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ടീം എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. എന്ത് അറ്റാക്സ് വന്നാലും എന്ത് മാൽവെയർ ഇഷ്യൂസ് ഒക്കെ വന്നാലും അതിനെ ക്ലിയർ ചെയ്യാൻ പറ്റണം. അല്ലെങ്കിൽ നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള നമ്മുടെ ബിസിനസ്സിനെ അത് ബാധിക്കും. പിന്നെ അത് മുന്നോട്ട് പോകുമ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഓവറോൾ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയ ഷോപ്പിഫൈ ആണ്. അപ്പോൾ ഷോപ്പിഫൈ വേഴ്സസ് WooCommerce ഞാൻ എപ്പോഴും സെലക്ട് ചെയ്യുന്നത് ഷോപ്പിഫൈ തന്നെ ആയിരിക്കും.